ഇന്നലെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തന്റെ എക്സ് പേജിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് F-16 ക്രാഷായി. കൂടാതെ അതിൽ യാത്ര ചെയ്ത പൈലറ്റ്, ഉക്രൈന്റെ പ്രതിരോധ ദൗത്യത്തിലായിരുന്ന ഒരു പ്രധാനപ്പെട്ട പൈലറ്റും ഞങ്ങൾക്ക് നഷ്ടമായി എന്ന് പോസ്റ്റിൽ പറഞ്ഞിരുന്നു. ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നതും യഥാർത്ഥത്തിൽ F-16 എങ്ങനെ ക്രാഷായി. കാരണം റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ പക്കൽ നിന്നും ഔദ്യോഗികമായ ഒരു കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. പ്രാഥമിക റിപ്പോർട്ടുകൾ, ഒരുപാട് വിശകലന വിദഗ്ധരുടെ റിപ്പോർട്ട് അനുസരിച്ച് നോക്കിയാൽ തീർച്ചയായും ഈ ഒരു ഷോട്ട് ഡൗൺ സർഫസ് ടു എയർ മിസൈൽ വഴി സംഭവിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അതിന്റെ സാധ്യതയാണ് കൂടുതലെന്നും പറയുന്നു. അപ്പോ ഈ ഒരു സംഭവം എങ്ങനെ നടന്നു എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ അവിടെ എന്ത് സംഭവിച്ചു എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. സെലൻസ്കിയുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു കാര്യം വ്യക്തമാണ്. ഇന്നലെ സുമി റീജിയണിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നതായി അദ്ദേഹം പറഞ്ഞു. മാത്രവുമല്ല, ഈ സംഭവത്തിൽ ഉൾപ്പെട്ട പൈലറ്റിന്റെ പേര് പാബ്ലോ ഇമാനോ. ബ്രിട്ടനിൽ വെച്ചും നെതർലാൻഡിൽ വെച്ചും കഴിഞ്ഞ 18 മാസത്തിലധികമായി ഇദ്ദേഹത്തിന് F-16 ട്രെയിനിങ് നൽകിയിട്ടുണ്ട്. സത്യത്തിൽ 1.5 വർഷത്തോളം ഇദ്ദേഹത്തിന് ട്രെയിനിങ് നൽകി എന്നൊക്കെ പറഞ്ഞാലും ഇതവർക്ക് ആവശ്യമായ ഒരു അളവിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് പലരുടെയും അഭിപ്രായം. ഇങ്ങനെ 1.5 വർഷത്തോളം ട്രെയിനിങ് നൽകിയാലും വീണ്ടും ഉക്രൈൻ വ്യോമസേനയിലെ ഒരുപാട് പൈലറ്റ്സിന് ഈ F-16 ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ പല പ്രശ്നങ്ങൾ ഉള്ളതായും പറയുന്നു. ഇപ്പോ ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് സുമി റീജിയണിലാണ്. 2 ദിവസം മുൻപ് നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, യൂറോപ്യൻ കമാൻഡിന്റെ ഹെഡ് തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു, F-16 തീർച്ചയായും റഷ്യ എത്രയും പെട്ടെന്ന് S-400 ഉപയോഗിച്ച് ഡൗൺ ചെയ്യാൻ ശ്രമിക്കും. അതല്ലെങ്കിൽ S-400 ഉപേക്ഷിച്ചിട്ട് അവരുടെ പക്കലുള്ള ലാൻഡ് ബേസ്ഡ് ബാലിസ്റ്റിക് മിസൈൽസ് ഉപയോഗിച്ച് ഉക്രൈൻ വ്യോമതാവളങ്ങളെ തകർക്കാൻ ശ്രമിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ വാർത്ത നമ്മൾ അറിഞ്ഞതാണ്. സത്യത്തിൽ ഇതൊന്നും ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതോ അല്ലെങ്കിൽ വെറുതെ പറയുകയോ ഒന്നും അല്ല ചെയ്യുന്നത്. അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ട്സ്, മാത്രമല്ല ഇവരുടെ ഇന്റലിജൻസ് ഇൻപുട്ട്, അവർ നൽകുന്ന അത്രയും വാർത്തകൾ, ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഇതെല്ലാം ഒന്നോടൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്നതായി അറിയാം. യാതൊരു ബന്ധവുമില്ലാതെ സുമി റീജിയണിൽ കഴിഞ്ഞ 3 ദിവസമായി റഷ്യ ആക്രമിക്കുന്നുണ്ട്. സുമി റീജിയണിൽ റഷ്യ ഒരു ആക്രമണം നടത്തണം എന്നുള്ള യാതൊരു ആവശ്യവും ഇല്ല. മാത്രവുമല്ല, ഈ ഒരു ഷോട്ട് ഡൗൺ സംഭവിച്ചിരിക്കുന്നതും ഇതേ സുമി റീജിയണിലാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാം ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, F-16 റഷ്യയുടെ ക്രൂയിസ് മിസൈൽസിനെ ഡിഫൻഡ് ചെയ്യുമ്പോൾ സാങ്കേതിക തകരാറ് കാരണം താഴെ വീഴ്ത്തപ്പെട്ടിട്ടുണ്ടാകാമെന്ന് ഉക്രൈന്റെ കീവ് ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ എല്ലാം പറയുന്നു. എന്നാൽ സെലൻസ്കിയോ ഉക്രൈൻ അധികാരികളോ ഈ ഒരു സംഭവം എങ്ങനെ നടന്നു എന്നുള്ളത് മാത്രം പറഞ്ഞില്ല. ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളത് പറഞ്ഞു, എന്നാൽ അതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞില്ല. ഇതിന് ഞങ്ങളുടെ പ്രതികാരം വളരെ പ്രിസൈസ് ആയും അത് കൂടുതൽ ഇമ്പാക്ട് നൽകുമെന്നും അവർ പറഞ്ഞു. അപ്പോൾ ഈ ക്രൂയിസ് മിസൈൽസിനെ ഡിഫൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും അദ്ദേഹത്തിന്റെ വിമാനത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ബേസിക്കായ ഒരു കാര്യം ചെയ്യും, പാരഷൂട്ട് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ആ വിമാനത്തിൽ നിന്ന് പൈലറ്റിന് രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിരിക്കാനുള്ള സാധ്യത 80 മുതൽ 90% വരെയും ഇല്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അവസാനം വരെയും ആ പൈലറ്റ് ഇജക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ക്രൂയിസ് മിസൈൽസിനെ ഡിഫൻഡ് ചെയ്യുമ്പോൾ ഈ പൈലറ്റ് ഇജക്ട് ആയില്ലെങ്കിൽ മറ്റു മാർഗമൊന്നും ഇല്ല. കാരണം എയർ ടു എയർ മിസൈൽസ് കാരണം ആ വിമാനത്തെ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം കാരണം ആ ഒരു വിമാനം വെടിയേറ്റ് വീണിട്ടുണ്ടാകാം. ഇപ്പോ ആദ്യമുള്ള സിനാരിയോ, അതിനെക്കുറിച്ച് നമ്മൾ അധികം സംസാരിക്കുന്നില്ല, കാരണം അതിന്റെ സാധ്യതയും ഉള്ളതായി തോന്നുന്നില്ല. ആ വിമാനങ്ങൾ പറന്നത് ലോ ആൾട്ടിറ്റ്യൂഡിലാണ്. ടെറൈൻ മാപ്പിംഗ് എന്ന കാറ്റഗറിയിൽ നിന്ന് റഷ്യൻ പൊസിഷൻസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർക്കെതിരെയുള്ള ഒരു ദൗത്യത്തിന് വേണ്ടി പോകുമ്പോഴാണ് ഈ ഒരു വിമാനത്തെ വെടിവെച്ച് വീഴ്ത്തിയത്. അപ്പോ റഷ്യയുടെ അതിർത്തിയോട് ചേർന്ന് ഈ വിമാനങ്ങൾ പോകാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ ഈ വിമാനത്തെ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. ഇതിൽ റഷ്യൻ സൈഡിൽ പോസിറ്റീവായുള്ള ഒരു കാര്യം, റഷ്യൻ എയർ അസറ്റ്സും റഷ്യയുടെ ഡിഫൻസീവ് അസറ്റ്സും ഈ വിമാനങ്ങൾക്ക് എതിരെയുള്ള മിസൈൽ സംവിധാനം എല്ലാം അവരിവിടെ നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. S-400നെ സംബന്ധിച്ച് ഈ ബെൽഗറോഡ് പ്രദേശത്ത് നിന്നുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമുള്ള മുഴുവൻ കവറേജ് നൽകാൻ സാധിക്കും. എന്നാൽ ആക്റ്റീവ് വാർ സോണിൽ റഷ്യ ഇപ്പോൾ S-400നെ നിർത്താറില്ല. കാരണം ഒരുപാട് നഷ്ടം അവർക്ക് സംഭവിച്ചു. ഒഫീഷ്യലായി വെരിഫൈ ചെയ്ത വാർത്ത മാത്രം നോക്കിയാൽ 2-3 സ്ഥലങ്ങളിൽ പൂർണ്ണമായും അതിന്റെ ലോഞ്ചേഴ്സും അതിന്റെ റഡാർ യൂണിറ്റ്സ് എല്ലാം തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അറ്റാക്ക് ഉക്രൈൻ ചെയ്തു. അതിനാൽ തീർച്ചയായും ആക്റ്റീവായി യുദ്ധം നടക്കുന്ന ഫ്രണ്ട് ലൈൻ അടുത്ത് റഷ്യ ഇത് വയ്ക്കില്ല. ഇനി ഒരുപക്ഷെ അകത്തേക്ക് വച്ചാലും
ഇത്രത്തോളം അതിന് എൻഗേജ്മെന്റ് റേഞ്ച് കിട്ടിയെങ്കിൽ തീർച്ചയായും ഉക്രൈന്റെ വ്യോമസേന സുമി റീജിയണിന്റെ അതിർത്തിയോട് ചേർന്ന് പറഞ്ഞിട്ടുണ്ടാകണം. ഇപ്പോ ഇങ്ങനെ ഒരു സിനാരിയിലൂടെ മാത്രമേ S-400 കൊണ്ട് F-16 ന്യൂട്രലൈസ് ചെയ്യാൻ സാധിക്കൂ. അതിന് കാരണം ചോദിച്ചാൽ F-16 സംബന്ധിച്ച് സിംഗിൾ എഞ്ചിൻ ഫൈറ്റർ ജെറ്റ് ആണ്. മാത്രവുമല്ല Su-35 ഇതുമായി കമ്പയർ ചെയ്യാനും സാധിക്കില്ല. അല്ലെങ്കിൽ റഷ്യയുടെ Su-35 കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. പേലോഡ് വൈസും ത്രസ്റ്റ് വെക്ടറിംഗ് ഇവയെല്ലാം വെച്ച് പറയണമെങ്കിൽ F-16 Su-35 അടുത്ത് പോലും പോകില്ല. ഇതിന്റെ പ്ലാറ്റ്ഫോം വ്യത്യസ്തമാണ്, മിഷൻ പ്രൊഫൈലും വ്യത്യസ്തമാണ്. അപ്പോ ഈ ഒരു കമ്പാരിസൺ നമുക്ക് ആവശ്യമില്ല. ഇപ്പൊ സുമി റീജിയണിനെ പ്രതിരോധിക്കാൻ സുമി മേഖലയിൽ ഒരു ഒഫൻസീവ് ഓപ്പറേഷൻ ചെയ്യാനായി ഈ വിമാനം അകത്തേക്ക് വന്നു എന്ന് തന്നെ കരുതുക. ആദ്യം S-400 അതിന്റെ ലോങ് റേഞ്ച് റഡാർ ഉപയോഗിച്ച് ഡിറ്റക്ഷൻ മോഡ് ആരംഭിക്കുമ്പോൾ ഒറ്റ സമയത്തിൽ പല ദിശകളിലേക്ക് ഈ ഒരു വിമാനത്തിന്റെ ഇൻപുട്ട് വാങ്ങും. ഈ വിമാനത്തിന്റെ ഇൻപുട്ട് വാങ്ങുമ്പോൾ തന്നെ അതിനെ പ്രോസസ് ചെയ്ത് അതിന്റെ ഫ്ലൈറ്റ് പാത്ത് അല്ലെങ്കിൽ പ്രെഡിക്റ്റഡ് പാത്ത് കണ്ടെത്തും. ഗ്രൗണ്ട് ബേസ്ഡ് റഡാർസിനനുസരിച്ച് അത് മൾട്ടി മോഡിൽ വർക്കാകും. അതിനെക്കൊണ്ട് എൻഗേജ്മെന്റ് പോയിന്റ് ഫിക്സ് ചെയ്യുന്നതിനും എവിടെ അത് ഇന്റർസെപ്റ്റ് ചെയ്യണം, എവിടെ ഏത് ആംഗിളിൽ ഇന്റർസെപ്റ്റ് ചെയ്യണം, ഇവയ്ക്ക് വേണ്ടി അത്രയേറെ ഡേറ്റ പ്രോസസ് ചെയ്യും. 2 വ്യത്യസ്ത ആംഗിളിൽ ഇതിനായിട്ടുള്ള ഒരു ഫ്ലൈറ്റ് പാറ്റേൺ റെഡിയാക്കിയിട്ട് അതിന്റെ 2 ഡിഫറെന്റ് എൻഗേജ്മെന്റ് പോയിന്റ് തയ്യാറാക്കും. ഈ തയ്യാറാക്കിയതിനു ശേഷം മിസൈൽസ് ഫയർ ചെയ്യും. എൻഗേജ്മെന്റ് പോയിന്റ് മുൻപ് തന്നെ ഫിക്സ് ചെയ്ത് മിസൈൽസ് ഫയർ ചെയ്താൽ എങ്ങനെയാണ് വർക്ക് ആവുക? അല്ലെങ്കിൽ ആ മിസൈൽസ് എങ്ങനെയാണ് ശരിയായി അതിന്റെ ടാർഗറ്റിനെ നോക്കി പോവുക എന്ന് ചോദിച്ചാൽ ഇവിടെയാണ് മിഡ് കോഴ്സ് ട്രജക്ടറി കറക്ഷൻ ഉള്ളത്. അതായത് റഡാർ വഴി ലഭിക്കുന്ന ഇൻപുട്ട് മിസൈൽ പറന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നൽകും. അതായത് സാധാരണ മിസൈൽ ലോഞ്ച് ആയതിനു ശേഷം അതിന് ടാർഗറ്റ് നൽകില്ല. എന്നാൽ ഇവിടെ ആകാശത്തിൽ പറന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന്റെ മിഡ് കോഴ്സിൽ അതിന് ഇൻപുട്ട് നൽകും. അതുപയോഗിച്ച് ലക്ഷ്യത്തെ നോക്കി പോകും. താഴെയുള്ള റഡാർ ബീം ആ വിമാനത്തെ ലൊക്കേറ്റ് ചെയ്യുകയും ആ ടാർഗറ്റ് വാങ്ങി വീണ്ടും മിസൈലിന് നൽകും. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ നടക്കും. ഇതിനുശേഷം ലഭിക്കുന്ന ഇൻഫർമേഷൻ കൊണ്ടാണ് ആ മിസൈൽ ടാർഗറ്റിനെ നോക്കി പോകുന്നത്. ഇതൊരു മിഡ് കോർ കറക്ഷൻ ആണ്. അടുത്ത് നോക്കിയാൽ അതിന്റെ ടെർമിനൽ ഫേസിൽ ഇതിന്റെ സീക്കേഴ്സ് ആക്ടിവേറ്റ് ആകും. എന്നിട്ട് അത് ആക്റ്റീവ് ഗൈഡൻസ് ഉപയോഗിച്ച് ആ വിമാനത്തെ ലക്ഷ്യം വെച്ച് ചെന്ന് ആക്രമിക്കും. അപ്പോൾ ഇതിൽ നിന്നും F-16 രക്ഷപ്പെടാൻ കഴിയുമോ? F-16 എന്നത് അമേരിക്ക നിർമ്മിച്ച ഒരു സൂപ്പർ ഫൈറ്റർ ജെറ്റ് ആണ്. എന്നാൽ ഒരു കാര്യം നിങ്ങളിവിടെ മനസ്സിലാക്കണം. ഉക്രൈൻ നൽകിയിട്ടുള്ളതെല്ലാം അതിനവീന വിമാനങ്ങൾ അല്ല, വളരെ വളരെ പഴയ വിമാനങ്ങളാണ്. ഇപ്പൊ ഒരു വെടിവയ്പ് നടന്നല്ലോ. F-16 യാതൊരു കൗണ്ടർ മെഷറും ഇല്ലാതെയാണ് അകത്തേക്ക് വന്നത്. ഇങ്ങനൊരു സാഹചര്യത്തിൽ S-400 കൊണ്ട് 85 മുതൽ 93% സക്സസ് റേഷ്യോ നൽകാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒറ്റ വിമാനത്തിനെതിരെ റഷ്യയുടെ സർഫസ് ടു എയർ മിസൈലിൽ നിന്നും 3 മിസൈൽസ് അയക്കുകയാണെങ്കിൽ തീർച്ചയായും ആ വിമാനം രക്ഷപ്പെടാനുള്ള സാധ്യതയേ ഇല്ല. അത്രത്തോളം ഒരു സക്സസ് റേഷ്യോ ഏതൊരു കൗണ്ടർ മെഷറും ഇല്ലാതെ F-16 അകത്തേക്ക് വന്നാൽ നൽകാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഉക്രൈൻ അത്രത്തോളം വീക്കാണോ? ഇതൊന്നും അറിയില്ലേ? F-16 സപ്പോർട്ട് ചെയ്യുന്ന രീതി യാതൊരു കൗണ്ടർ മെഷറും അവർ അയച്ചില്ല എന്ന് ചോദിച്ചാൽ ഈ വിമാനങ്ങൾക്ക് ഇലക്ട്രോണിക് ജാമിംഗ് യൂണിറ്റ്സ് ഇവയെ മാത്രം വിശ്വസിച്ചാണ് F-16 വിമാനങ്ങൾ ഇന്നുവരെയും ഉക്രൈൻ ആകാശത്തിൽ പറക്കുന്നത്. സത്യത്തിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാറ്റോയുടെ സ്റ്റാൻഡേർഡിലുള്ള ആ ജാമിംഗ് വിമാനങ്ങൾ അത് ആകാശത്തിൽ പറക്കണം. എന്നാൽ ആ വിമാനങ്ങൾ ഇപ്പോൾ ഉക്രൈനുള്ളിൽ ഇല്ല. അല്ലെങ്കിൽ ആ ഗ്രൗണ്ട് ബേസ്ഡ് സപ്പോർട്ടീവ് സിസ്റ്റം ഒന്നും തന്നെ ഇല്ലാതെ F-16 മാത്രമാണ് ഓപ്പറേറ്റ് ആകുന്നത്. അതിനാൽ S-400 കൊണ്ട് വളരെ പെട്ടെന്ന് അതിനെ വെടിവെച്ച് വീഴ്ത്താൻ സാധിക്കും. കൂടാതെ 4706 മിസൈൽസ് അല്ലെങ്കിൽ ഷോർട്ട് റേഞ്ചിന് ഉപയോഗിക്കുന്ന 97 സീരീസ് മിസൈൽസ് ഇവയിൽ നിന്നൊന്നും F-16 വിമാനങ്ങളെ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കില്ല. കാരണം അത് വരുന്ന വേഗത, വരുന്ന രീതി ഇതെല്ലാം കണക്കാക്കുമ്പോൾ ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 8 മുതൽ 15 മടങ്ങ് വേഗതയിലായിരിക്കും അത് വരിക. അങ്ങനെ മിസൈൽസ് അകത്തേക്ക് വരുമ്പോൾ F-16 കൊണ്ട് തീർച്ചയായും രക്ഷപ്പെടാനേ സാധിക്കില്ല. അപ്പോ S-400 റഷ്യ ഒരു പക്ഷെ ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ടെറൈൻ ഹഗ്ഗിങ്ങിൽ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വിമാനത്തെ പോയിന്റ് ഡിഫൻസ് സിസ്റ്റം വഴി മാത്രമാണ് കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ ആകാശത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന AWACS വിമാനങ്ങളുടെ സഹായത്തോടു കൂടി കണ്ടുപിടിക്കും. കാരണം അതിനെ കൊണ്ട് 360 ഡിഗ്രി കവറേജ് നൽകാൻ സാധിക്കും. ഈ 2 ഇൻപുട്ടിൽ നിന്നും ഏതെങ്കിലും ഒരു ഇൻപുട്ട് വാങ്ങി S-400 റേഡാർ ഉപയോഗിച്ച് ടാർഗറ്റ് അക്വിസിഷൻ വാങ്ങിയതിനു ശേഷം മിഡ് കോർ ഫേസിൽ മിസൈലിനുള്ള ഒരു കറക്ഷൻസ് നടത്തുകയും F-16 വെടിവെച്ച് വീഴ്ത്തി. സത്യത്തിൽ F-16 വീണിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കാനേ സാധ്യതയുള്ളൂ. കാരണം S-400 കൊണ്ട് എല്ലാ വിമാനങ്ങളെയും വെടിവെച്ച് വീഴ്ത്താൻ സാധിക്കില്ല.
അതും ലോ ആൾട്ടിറ്റ്യൂഡിൽ പറക്കുമ്പോൾ. എന്നാൽ ഇത്രത്തോളം ആക്യുറേറ്റ് ആയ ഒരു വിമാനത്തെ വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ചുറ്റും റഷ്യയുടെ ഡിഫൻസ് നെറ്റ്വർക്ക് അത്രത്തോളം സ്ട്രോങ് ആയിട്ടുണ്ടാകണം. എന്നാൽ എന്നെ സംബന്ധിച്ച് F-16 ഉക്രൈന് ഒരു വലിയ നഷ്ടമായി തോന്നിയാലും റഷ്യക്ക് അതിനെ വീഴ്ത്തുന്നതിൽ യാതൊരു പ്രയാസവുമില്ലായിരുന്നു. ഇപ്പൊ S-400നെ സംബന്ധിച്ച് ഒരു പക്ഷേ F-16ന്റെ കൂടെ ഒരുപാട് കൗണ്ടർ മെഷേഴ്സ് വന്നു. അതിനെയെല്ലാം തകർത്തതിനു ശേഷമാണ് F-16നെ തകർത്തതെങ്കിൽ അതൊരു വലിയ കാര്യമായി പറയാമായിരുന്നു. അത് ഉക്രൈനെതിരെ റഷ്യ വലിയ കാര്യമായി ചെയ്തുവെന്നും പറയാം. എന്നാൽ ഒറ്റയ്ക്ക് വന്ന ഒരു F-16നെ S-400 വെടിവെച്ച് വീഴ്ത്തിയത് കൊണ്ട് അത് റഷ്യയുടെ ടിക്ക് ബോക്സിൽ ഒരു ടിക്ക് മാത്രമാക്കി നമുക്ക് കണക്കാക്കാം. അതല്ലാതെ വലിയൊരു സ്ട്രാറ്റജി ഉപയോഗിച്ച് അല്ലെങ്കിൽ വലിയൊരു സംഭവമായി നമുക്കിതിനെ കാണാൻ കഴിയില്ല. ഇത് വെറുതെ ഒരു കില്ല് മാത്രമാണ്. സത്യത്തിൽ ഇതൊരു വലിയ കാര്യമായി എന്ന് മാറും എന്നറിയണ്ടേ? കൗണ്ടർ മെഷേഴ്സ് നൽകാനുള്ള വിമാനങ്ങളും അയച്ച് ഇലക്ട്രോണിക് ജാമിംഗ് യൂണിറ്റ്സ് എല്ലാം കൊണ്ടുവരികയാണെങ്കിൽ അപ്പോ സത്യത്തിൽ S-400 ഇങ്ങനെ ഒരു കില്ല് ചെയ്ത് F-16നെ വീഴ്ത്തിയാൽ അത് വളരെ വലിയൊരു കാര്യമായി മാറും, വലിയൊരു ചർച്ചാ വിഷയമായി മാറും. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസിന് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.